എല്ലാവർക്കും നമസ്കാരം. ഞാൻ JK ജയശ്രീ കിഷോർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളത്. അതായത് ഭഗവാൻ കൃഷ്ണനും ബലരാമനും രണ്ടുപേരും കൂടിയിട്ട് ഒരിക്കൽ കളിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ മാതിരി അല്ലല്ലോ, ഫ്ലാറ്റുകളൊന്നും അല്ലല്ലോ അന്ന്. നമുക്ക് കളിക്കണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒഴിഞ്ഞു കിടക്കണ കുറേ പറമ്പുണ്ടാവും, അല്ലെങ്കിൽ കുറേ തിങ്ങി നിൽക്കണ മരങ്ങളുടെ ഇടയിലായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ വനം എന്നൊക്കെ വിളിച്ചു. ഇന്നത്തെ മാതിരി ഇന്നിപ്പോൾ നമുക്ക് വനമൊന്നും അങ്ങനെ കണ്ടു കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് അല്ലേ നമ്മുടെ കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ. ഏതായാലും ഇവർ രണ്ടുപേരും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയി കളിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർക്കും ഉറക്കം വന്നു, കുറച്ച് ക്ഷീണം തോന്നി. ക്ഷീണം തോന്നിയപ്പോൾ കൃഷ്ണൻ ബലരാമൻ പറഞ്ഞു കൃഷ്ണനോട്, നീ ആദ്യം ഉറങ്ങിക്കോ, നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഞാൻ കാവലിരിക്കാം, കാരണം വനമാണല്ലോ, എന്തെങ്കിലും ജീവികൾ വന്നാലോ, അപ്പോൾ അതുകൊണ്ട് നീ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് നീ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഞാൻ ഉറങ്ങാം, അപ്പോൾ നീ കാവലിരുന്നാൽ മതി. ശരി, സമ്മതിച്ചു. അങ്ങനെ കൃഷ്ണൻ കിടന്നുറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ചെറിയൊരു ജീവി ഇങ്ങനെ വരുന്നു. അതിങ്ങനെ വന്ന് ബലരാമൻ്റെ മുമ്പിൽ നിന്ന് വലുതായി അതങ്ങോട്ട് വലുതായപ്പോൾ ബലരാമൻ ബോധം കെട്ടു വീണു. കുറച്ച് നേരം കഴിയുമ്പോൾ കൃഷ്ണൻ എണീറ്റ് നോക്കുമ്പോണ്ട് ബലരാമൻ ഉറങ്ങുന്നു. അപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു, അതാപ്പോൾ നന്നായത്, എന്നോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഇവൻ വീണു ഉറങ്ങിപ്പോയോ, സാരില്ല പോട്ടെ, അവൻ ഉറങ്ങിക്കോട്ടെ, ഞാനിവിടെ കാവലിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാവലിരിക്കാമെന്ന് വിചാരിച്ച് കൃഷ്ണൻ കാവലിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു ആ ജീവി വീണ്ടും. ആ കുഞ്ഞു ജീവി ഇങ്ങനെ വന്ന് വലുതാവുന്നു. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ അതിനെ നോക്കി മന്ദഹസിച്ചുകൊണ്ടിരുന്നു. കൊള്ളാലോ, വലുതാവുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജീവി ചെറുതാവാൻ തുടങ്ങി. ചെറുതായി ഒരു കുഞ്ഞിയായപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു, അതിനെ പിടിച്ചിട്ട് ഒരു ഇലയുടെ ഉള്ളിൽ വെച്ചിട്ട് മടക്കി അവിടെ വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബലരാമൻ എണീറ്റിട്ട് ബലരാമൻ പറഞ്ഞു, അയ്യോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഒരു വലിയൊരു ചെറിയ ജീവി വന്നാൽ വലുതായി എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഈ ഇല തുറന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതാണോ നീ പറഞ്ഞ ജീവി എന്ന് ചോദിച്ചു. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഇതന്നെയാണ് ഞാൻ പറഞ്ഞ ജീവി. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചു. ഇതേപോലെയാണ് അത്ര നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ നോക്കി ഭയപ്പെടും തോറും അത് വലുതായിക്കൊണ്ടിരിക്കും. വലുതായി അത് നമ്മളെ തന്നെ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് വരും. എന്നാലോ ആ പ്രോബ്ലത്തിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയാൽ, അതെന്താണെന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കാൻ തുടങ്ങിയാൽ, ഇതാണ് പ്രോബ്ലം, ഇതാണ് പ്രശ്നം, ഈ പ്രശ്നത്തിനെ എങ്ങനെ നമ്മൾക്ക് കാണാം എന്നുള്ളത് നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ ആ പ്രശ്നം ചെറുതായി വരും. അപ്പോൾ ഒരു പ്രശ്നം അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും എടുത്തു ചാടി ബഹളം ഉണ്ടാക്കി അതിനെ ആകെ കുളമാക്കി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കുളമാക്കി അത് ആകെ പ്രശ്നമാക്കാതെ ആ പ്രശ്നത്തിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.